യെസ് സ്റ്റുഡൻസ്, മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 20. ക്വസ്റ്റ്യൻ നമ്പർ 20 ചോദിച്ചിട്ടുള്ളത് നമ്മുടെ 4 ഓപ്ഷൻസ് വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ അവസാനത്തെ ക്വസ്റ്റ്യനാണ്. അതായത് അടുത്ത് നമ്മൾ ന്യൂമറിക്കൽ വാല്യൂയിലേക്ക് കടക്കുകയാണ്. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് പ്യോർലി പി ബ്ലോക്കിൽ നിന്ന് നോക്കണം. നിങ്ങൾ പീരിയോഡിക് ക്ലാസിഫിക്കേഷനിൽ 2 ചോദ്യം, പി ബ്ലോക്കിൽ നിന്ന് 1 ചോദ്യം, D&F നിന്ന് എത്ര 2 ചോദ്യം, പിന്നെ GOCയിൽ നിന്ന് 4 ചോദ്യം. അപ്പോൾ ഈ 4 ചാപ്റ്ററിൽ നിന്ന് മാത്രം ഏകദേശം ഒരു 4, 6, 8, 9 ക്വസ്റ്റ്യൻ. ഈ 4 ചാപ്റ്ററിൽ നിന്നാണ് 9 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ വളരെ സിമ്പിളായിട്ടുള്ള GOCയും D&Fഉം ഒക്കെ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ് നല്ല വെയിറ്റേജ് കയറുന്നുണ്ട്, നല്ല ക്വസ്റ്റ്യൻസ് അതിന് വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യുക. ആ ചാപ്റ്റേഴ്സ് ഒന്നും ആരെങ്കിലും ആ ചാപ്റ്റർ ഒന്നും തൊട്ടിട്ടില്ല എങ്കിൽ പ്ലീസ് നിങ്ങൾ പഠിക്കണേ. ഓക്കെ, സോ നോക്കുക അടുത്ത ക്വസ്റ്റ്യൻ പി ബ്ലോക്കിൽ നിന്നാണ്. എന്താ ചോദ്യം നോക്കുക. അനോമലസ് ബിഹേവിയർ ഓഫ് ഓക്സിജൻ ഇസ് ഡ്യൂ ടു ഏത് എലമെൻറ്റിൻ്റെയും, അതായത് ഏത് ഗ്രൂപ്പ് എടുത്താലും അതിലെ ഫസ്റ്റ് എലമെൻറ്റ് അനോമലസ് പ്രോപ്പർട്ടി കാണിക്കും. അതിന് പ്രധാന റീസണുകൾ നമ്മൾ പറയുന്നത് എന്താ? ഒന്ന് അതിൻ്റെ ചെറിയ സൈസാണ്, പിന്നെ അതിന് ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉണ്ട്, പിന്നെ അതിന് എന്താണ് അയോണൈസേഷൻ എൻതാൽപ്പി വളരെ കൂടുതലാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ചാർജ് ബൈ സൈസ് റേഷ്യോ വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനെ എന്താക്കി മാറ്റുന്നത്, അനോമലസ് ബിഹേവിയർ കാണിക്കാനാണ് പ്രേരിപ്പിക്കുന്നത്. ഓക്കെ, സോ ഇതിലേതാ ആൻസർ? ആൻസർ സ്മോൾ സൈസ് ആൻഡ് ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി. ഓപ്ഷൻ 3 ഇസ് ദ റൈറ്റ് ആൻസർ. സോ മക്കളെ, ഇതോടുകൂടി നമ്മൾ ആദ്യത്തെ 20 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതായത് നമ്മൾ ഷുവറായിട്ട് അറ്റൻഡ് ചെയ്യേണ്ട 20 ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ന്യൂമറിക്കൽ വാല്യൂ ആണ്. അതിൽ 10 എണ്ണം ഉണ്ട്. 10 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് എക്സാമിന് 10ൽ 5 എണ്ണം മാത്രം ചെയ്താൽ മതി. ആ 5 എണ്ണം ചെയ്യേണ്ടത് നിങ്ങൾ ബുദ്ധിപൂർവ്വം സെലക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ അവിടെ ഉള്ളൂ. സോ നമുക്ക് വീണ്ടും കാണാം അടുത്ത ന്യൂമറിക്കൽ വാല്യൂ ക്വസ്റ്റ്യനുമായിട്ട്.